നമസ്കാരം കൂട്ടുകാരെ. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിന്ധു വർമ്മയാണ്. സ്വാഗതം ചെയ്യാം സിന്ധു. നമസ്കാരം. കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബാലതാരമായിട്ട് വന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഇപ്പോൾ സജീവമായിട്ട് കുറേ സിനിമകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അത് കൂടാണ്ട് വേറെയും സർപ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തിരുവനന്തപുരത്തുകാരിയാണ്. വിശേഷങ്ങൾ പറഞ്ഞ് തുടങ്ങാം. വിശേഷം ഇപ്പോൾ സീരിയൽസ് ചെയ്യുന്നു. ഒരു മൂവി ഇനി ഇറങ്ങാനുണ്ട്. ഒരു ബാലതാരമായിട്ട് വന്ന ഒരാളാണ് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? പറയൂ. അതൊക്കെ ഓർമ്മയുണ്ടോ അതിൻ്റെയൊക്കെ എങ്ങനെയാണെന്നുള്ളത്? ബാലതാരമായിട്ട് ഒത്തിരി 86-ലാണെന്ന് തോന്നുന്നു. വർഷങ്ങൾ പോയതറിയാതെ എൻ്റെ ഫസ്റ്റ് മൂവി. അതിൽ മേനക ചേച്ചിയുടെ കുട്ടിക്കാലമാണ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ അമ്മായിച്ചൻ്റെ മടിയിലിരുന്നിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എല്ലാവർക്കും സുഖം ലാലേട്ടൻ്റെ കൂടെയാണ് ചെയ്തത്. പിന്നെ സത്യനന്ദിക്കാട് സാറിൻ്റെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. തലേണമന്ത്രം, അർത്ഥം. തലേണമന്ത്രത്തില് ഉർവശി ചേച്ചിയെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിക്കുന്ന ഒരു കുട്ടി ബാലതാരമുണ്ട്. ചേട്ടന്റെ മകളായിട്ട് എന്നെ കാണുമ്പോ ഉർവശി ചേച്ചി ബിസി ആ ഒരു നമുക്കറിയാം. തലേണമന്ത്രം എന്ന് പറഞ്ഞ സിനിമ കാണാതെ അത് കണ്ട് ഇല്ലേ, അതിനകത്ത് ഇന്നസെന്റ് ചേട്ടൻ പറയുന്ന ഒരു ഉണ്ട്, നല്ലൊരു സംതൃപ്തമായ കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ട്രിവാൻഡ്രത്താണ്. അപ്പൊ ആ ഒരു തിരുവനന്തപുരത്ത് നിങ്ങൾ രണ്ടുപേരും ഇപ്പം ഭയങ്കരമായിട്ട് ബിസി ആയിട്ട് ഇങ്ങനെ പോകുന്നു. അത് എങ്ങനെയാണ്? മനുചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറയൂ. എങ്ങനെ? ഞാൻ തിരിച്ച് അഭിനയ രംഗത്തേക്ക് വളരെ ആക്സിഡന്റലി ആണ് വന്ന. ഒത്തിരി ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഫ്ലഡ് കാരണം ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായത് കാരണം എന്നെ ഒരു പകരക്കാരിയെ കൊണ്ടുപോയത്. ഒരു ഡയലോഗ് പോലും തരില്ല, നീ എന്റെ കൂടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്നാണ് പിന്നെ ഒരു സീരിയലിലേക്ക് എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ പടം ഗാനഗന്ധർവൻ, ശാരടി ഡയറക്റ്റ് ചെയ്ത ഗാനഗന്ധർവനിൽ വിളിച്ചു. അത് കഴിഞ്ഞ് പ്രീസ്റ്റ് ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ CBI 5 ചെയ്തു. അങ്ങനെ അത്ര വലിയ ബിസി ഒന്നും അല്ല. എന്നാലും ഓക്കെ. സിന്ധുവിന് ഇന്ന് ഒരു പായസമാണ് ഉണ്ടാക്കി തരുന്നത്. പക്ഷെ പായസത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിൽ പായസം പ്രത്യേകിച്ച് തിരുവിതാംകൂറുള്ള ഒരാളെന്ന നിലയിൽ അടപ്രഥമൻ അറിയാം, പരിപ്പ് പ്രഥമൻ അറിയാം, പഴം പ്രഥമനൊക്കെ അറിയാം. പക്ഷെ ഇത് ഇച്ചിരി ഒരു ഫ്യൂഷൻ സാധനമാണ്. ഫ്യൂഷൻ ഒന്നും അല്ല, ഇത് പാസ്തയാണ് അതിനകത്തിരുന്നത്. മാക്രോണി വെച്ചിട്ട് ഒരു പായസം. അപ്പോൾ ഈ മാക്രോണി ഭയങ്കര പായസം, പാലട പായസത്തിൻ്റെ അതേ ഫ്ലേവറിൽ ഈ പാലട എന്ന് പറഞ്ഞാൽ അടയെന്നൊക്കെ പറഞ്ഞ ഒരു പാസ്തയുടെ വേറെ വേർഷൻ തന്നെയാണ്. ഈ പാസ്ത ഉണ്ടാക്കുന്നത് ഇതേപോലെ ഫ്ലവറിൽ പല ഷേപ്പിൽ പല രൂപത്തിലൊക്കെ വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീട്ടിലൊക്കെ പിള്ളേർക്കൊക്കെ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പായസം പോലെ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആദ്യം തന്നെ നമ്മൾ പാല്, നോർമൽ തേങ്ങാപ്പാലല്ല, ഇതിന് പശുവും പാലാണ്. പശുവും പാല് നമ്മുടെ പാലട പ്രഥമൻ എങ്ങനെയാണോ ചെയ്യുക അതേ മോഡലിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ പാല് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിത് മാക്രോണിയാണ്, കുറച്ച് രസകരമായിട്ടുള്ള ചെറിയ ഷേപ്പാണ്. അല്ലെങ്കിൽ പാസ്ത കുട്ടികൾക്കും ഇഷ്ടമാണ് വീട്ടിൽ. അതെ. അപ്പോൾ ഏത് തരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത എടുത്ത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത്, ജസ്റ്റ് സാൾട്ടൊന്നും ഇടേണ്ട കാര്യമില്ല, കാരണം ഇത് പായസം വേണ്ട, ഉപ്പുരസം വരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കുക. ലേശം എണ്ണ തേച്ച് വെച്ചിട്ട് പാല് കുറുക്കി അത് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നതാക്കാം. അല്ലെങ്കിൽ പാലടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ സ്ലോ കുക്ക് ചെയ്ത് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ മെല്ലെ കുറുക്കി എടുത്തിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ്. പിന്നീട് സാധാരണ രീതിയിൽ തന്നെ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കമുന്തിരിയും താളിച്ച് ഇത് സിമ്പിളായിട്ട് ഉണ്ടാവുന്ന ഒരു പായസമാണ് കേട്ടോ. ഷെഫ് എങ്ങനെ അറിഞ്ഞു? ഞാൻ മധുരപ്രിയയാണ്. വീട്ടില് അച്ഛനുള്ള സമയത്തൊക്കെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പായസം വേണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാനും എൻ്റെ മദർ-ഇൻ-ലോയും കൂടി 2-3 ദിവസത്തേക്ക് ഒന്നിച്ചങ്ങ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ എന്നും പണിയല്ലേ. അതുകൊണ്ട് ഇപ്പം അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കദളിപ്പഴം ഇട്ട അടപ്രഥമൻ. അച്ഛൻ ആരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ആരാണെന്ന് അറിയോ? ജഗന്നാഥ വർമ്മ. നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ എത്രമാത്രമുള്ള വില്ലൻ കഥാപാത്രം അല്ലാതെ ഒരു കാരണവരായിട്ടുള്ളതും അമ്മാവനായിട്ടുള്ളതും മലയാള സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇല്ലേ, അത് നമുക്ക് പറഞ്ഞറിയിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട കദളിപ്പായസം വിട്ട് അടപ്രഥമൻ. പഴം ഉണ്ടല്ലോ, അതാണ് അതിന്റെ ഫൈനൽ ഇടുന്നത്. അതിനൊരു പ്രത്യേകത. നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന അടപ്രഥമന്റെ ടേസ്റ്റ് അല്ല അത്. കദളിപ്പഴം കൊണ്ടുള്ള അടപ്രഥമൻ അതൊരു പണിയാണ്. അച്ഛനിങ്ങനെ തോർത്തൊക്കെ കെട്ടി അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിട്ട് നിൽക്കും. അച്ഛനാണ് അത് മേമ്പൊടിയൊക്കെ ചേർക്കുന്നത്. പിന്നെ ചേനപ്പായസം, ഇടിച്ചു പിടിഞ്ഞ പായസം,
ഇതൊക്കെ വീട്ടിൽ സ്ഥിരം അച്ഛനുള്ളപ്പോൾ ഉണ്ടാക്കാറുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ അമ്മയെ വിളിച്ചു പറയും കുറച്ച് പായസം ഉണ്ടാക്കി വെച്ചേക്കണേ. ഒരു മധുരപ്രിയനാണ്. മധുരം ഭയങ്കര. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും അതെ, മധുരം ഊണ് കഴിഞ്ഞാൽ മധുരം നിർബന്ധമാണ്. ഇപ്പോൾ ഞാൻ 3-4 ദിവസം തിരുപ്പതി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഈ അവിലുണ്ടല്ലോ, അവില് കൊണ്ട് ഒരു അലുവ പോലത്തെ ഒരു സാധനം പറഞ്ഞ് ചെയ്യിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എപ്പോഴും മധുരം വേണം. അപ്പോൾ വീട്ടിൽ സാധാരണ നിങ്ങൾ സിന്ധു ഇപ്പോൾ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ഒരാളാണ്, നല്ലതായിട്ട് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ വീട്ടിൽ പൊതുവേ നിങ്ങളുടെ വീട്ടിൽ നിത്യമായിട്ട് ഉണ്ടാക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കോമൺ ഒരു ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ, എല്ലാ ദിവസവും ഉണ്ടാവുന്ന സംഭവങ്ങൾ സാധാരണ നമ്മൾ തനി നാടൻ രീതിയാണ്. ചോറ്, സാമ്പാർ, ചില ദിവസങ്ങളിൽ നല്ല മുളകിട്ട ഫിഷ് കറി വെക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിക്കൻ വെക്കാറുണ്ട്. അതാണ് അതെ. ഈ ജഗന്നാഥ് സാർ അദ്ദേഹത്തിന്റെ ഒക്കെ എന്താണ് സാധാരണ മധുരം ഇഷ്ടമാണ്, എന്നാൽ അദ്ദേഹം വീട്ടിൽ വരുന്ന കഴിക്കുന്ന അച്ഛന് ഏറ്റവും ഇഷ്ടം പാവയ്ക്ക എള്ള് കറി. അതൊക്കെ അമ്മയ്ക്ക് അറിയോ കേട്ടോ. പാവയ്ക്ക എള്ള് കറി, പാവയ്ക്ക കൊണ്ടിട്ട് എള്ള് കറി, അങ്ങനെ വെറൈറ്റി പിട്ടള, അങ്ങനെ കുറച്ച് കറികളുണ്ട്. അതൊക്കെ തൃശ്ശൂരുള്ള കറികളാണ്. അതൊന്നും എനിക്ക് വലിയ അവിടെ പോയത് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. ചേന എള്ള് കറി, എള്ള് കറി എള്ള് കൊണ്ടുള്ള വിഭവങ്ങൾ. അദ്ദേഹം വെജിറ്റേറിയൻ ആണോ? അങ്ങനെ ഉണ്ടോ? അല്ല, അച്ഛൻ എല്ലാം കഴിക്കുമല്ലോ. കഴിക്കും. എന്നാലും വെജിറ്റേറിയൻ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഒരു കംപ്ലീറ്റ് ഒരു ഫിലിം ഫാമിലിയിലുള്ള ഒരാളെന്ന നിലയിൽ സിനിമ എന്താണെന്ന് ചെറുപ്പത്തിൽ മുതൽ കണ്ടു. അപ്പൊ സിനിമയുടെ കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് സിന്ധുവിന് അത് തോന്നുന്നത്? തിരിച്ച് ഈ അഭിനയ രംഗത്തേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. മോനുണ്ടായി, പിന്നെ അത് കഴിഞ്ഞ് മകളുണ്ടായി. മകൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഒരു സ്കൂളിൽ സെൻട്രൽ സ്കൂളിൽ ടീച്ചറായിട്ട് ഒരു 4 years വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസരം വരികയും പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞു, മോളെ ഈ ഒരു ഇത് അഭിനയ കല എന്ന് പറയുന്നത് ദൈവം തന്നൊരു വരദാനാണ്. അപ്പം ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്നതാണ്. അപ്പം നിനക്ക് പറ്റുന്നത് നീ ചെയ്യും. ഫുൾ കംപ്ലീറ്റ് ബിസി ആവാതെ നമുക്ക് ആവശ്യമുള്ളത് പ്ലാൻ ചെയ്തിട്ട് 1 at a time, അല്ലെങ്കിൽ ഒരു 2 ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 10-15 ദിവസം ഞാൻ വർക്ക് ചെയ്യും, ബാക്കി 15 ദിവസം വീട്ടിൽ ഇരുന്നാൽ. ഈ സിനിമ അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാനാണ് സിന്ധുവിന്റെ ഇഷ്ടം? സാധാരണ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടോ? അതോ കുക്കിംഗ് ആണോ, ട്രാവൽ ചെയ്യാനാണോ, അല്ലെങ്കിൽ വേറെ? ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്, പിന്നെ വീട്ടിനകത്തുള്ള ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ഇഷ്ടമാണ്. ഇപ്പൊ എപ്പോഴെങ്കിലും എന്തെങ്കിലും വേറെ കരിയർ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിട്ട് ഇരുന്നുകയാണോ? അതോ ജസ്റ്റ് യു ആർ ഹാപ്പി വീട്ടിലെ കാര്യങ്ങളും കാര്യം നോക്കി ഞാൻ ഹാപ്പിയാണ്. പിന്നെ പുതുതായിട്ടൊന്നും തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. പിന്നെ പഴയ ഡാൻസ് ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സിന്ധുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണ്? എനിക്ക് അമ്പലപ്പുഴ പാൽപ്പായസം ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പത്മനാഭസ്വാമിയുടെ പായസം അതും ഭയങ്കര ഇഷ്ടമാണ്. ചെഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം? എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടൻ ഭക്ഷണം എന്നും നമുക്ക് കഴിക്കാൻ പറ്റുക, ഒരിക്കലും ഒരു മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഭക്ഷണമാണ്. മറ്റുള്ള ഭക്ഷണം ഒരു ഷെഫ് എന്ന നിലയിൽ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള, നമുക്ക് പറഞ്ഞാൽ ഓരോരുത്തർക്ക് വൗ എന്ന് പറയുന്ന തരത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നിത്യവും നമ്മളെ കംഫർട്ടാക്കുക, നമ്മുടെ ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന അത് എന്നും നമുക്ക് കഴിക്കാം സന്തോഷത്തോടെ. അതിൻ്റെ രുചിയേക്കാളുപരി ആ ഒരു ചോറും മീൻകറിയും തോരനും മീൻ പൊരിച്ചൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരു ഉച്ചയ്ക്ക് കിട്ടുന്ന അതിനപ്പുറം ഒരു മലയാളിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു പ്രൊഫഷനാണ്. നമ്മളുടെ ഈ ഒരു തീയലുണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരം തീയൽ എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ, അത് എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കിയ തീയലിൻ്റെ സ്വാദ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. പക്ഷെ അത് ആ ഒരു പ്രത്യേക മൺചട്ടിയിൽ വെള്ളമൊട്ടും തൊടാണ്ട് തേങ്ങ വറുത്തരച്ച് അത് ശരിക്കും നല്ല ചോക്ലേറ്റ് കളറായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ എത്ര ഇനി തീയലുണ്ടാക്കിയാലും ആ ടേസ്റ്റ് കിട്ടില്ല. സത്യം. ആ ഒരു തീയലിൻ്റെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ 2 വേർഡ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ആ ഒരു ടൈം, അതായത് വെള്ളം ഒട്ടും തൊടാതെ, ജലാംശം, അത് തേങ്ങ തിരുങ്ങുന്നതിന് മുതൽ ആ ശ്രദ്ധയുണ്ട്. ചെറിയ ഒരേ ഈസിൽ തിരിങ്ങിയെടുക്കും. നമ്മളൊക്കെ ഒരു തേങ്ങ എടുത്ത് തിരുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തേങ്ങ തിരുങ്ങാന്ന് അറിയാം. പക്ഷേ തേങ്ങ തിരുങ്ങുന്നത് ഭയങ്കര ഒരു കഴിവാണ്, ഭയങ്കര ഒരു ആർട്ടാണത്. ആ സൈഡിൽ നിന്ന് തിരികെ ഏറ്റവും അവസാനം റൗണ്ടിലെത്തുകയും എല്ലാം ഒരേ ഷേപ്പിലും ഒരേ അളവിലും വരും. അപ്പോഴാണ് വറുത്തരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഈവനിൽ വറുക്കാൻ പറ്റുക. അത് വെള്ളം തൊടാതെ അരച്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ആ നിറം കിട്ടുക, ഈ ചോക്ലേറ്റ് കളർ. അത് ഞാൻ ആദ്യം സാധാരണ നമ്മൾ ആ ഒരു നമ്മൾ ആ തീയലിൻ്റെ നിറം ബ്രൗൺ കളർ, അപ്പോൾ ആ ചോക്ലേറ്റ് കളർ കിട്ടി ആ ഒരു കറി കാണുമ്പോൾ തന്നെ ഉണ്ടാവുന്നത് അല്ലേ? അതിൽ നിന്ന് നമ്മൾ എണ്ണ ഒഴിക്കണ്ട, നമ്മൾ അടപ്പ് തുറന്നു നോക്കുമ്പോൾ നല്ല എണ്ണ ഇങ്ങനെ തങ്ങി നിൽക്കും. പാലങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരമാണ് കുറച്ച്
ലേശം നെയ്ക്കകത്ത് ഇതൊന്ന് വരട്ടിയെടുക്കുകയാണ്. ബോയിൽ ചെയ്ത പാസ്ത. പാസ്ത മോന് ഭയങ്കര ഇഷ്ടമാണ്. പാസ്തയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഓക്കെ. ഇനി പായസം പക്ഷേ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ? ഇല്ല. വൈഫിന് ഏറ്റവും പ്രിയപ്പെട്ട ഡിഷ് ഏതാ ഉണ്ടാക്കി കൊടുക്കുന്നത്? വൈഫ് എനിക്ക് ഇഷ്ടംപോലെ ഭക്ഷണം നമ്മുടെ നാടൻ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ലണ്ടനിലൊക്കെ വെച്ച് അവർക്ക് ഈ മീറ്റ് ഗ്രില്ല് ചെയ്തിട്ട് അതൊന്നും അവർക്കറിയില്ലല്ലോ, നമ്മുടെ നാടൻ ഭക്ഷണമുണ്ട്. അപ്പോൾ അവിടെ നല്ല നല്ല മീറ്റ് വരും. അപ്പോൾ അത് മാറിനേറ്റ് ചെയ്തിട്ട് ഓവനിൽ ഗ്രില്ല് ചെയ്തിട്ട് ഒരു ട്രേ ഫുൾ ഓഫ്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ മിസ് ചെയ്യുന്ന സാധനം അതാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലുള്ള ഈ ലാമ്പിൻ്റെ ചോപ്സൊക്കെ ഓസ്ട്രേലിയൻ അങ്ങനെയൊക്കെയുള്ള കട്ടായിട്ട് ഇങ്ങനെ നല്ല കട്ട് ചെയ്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങി കിട്ടും. അപ്പോൾ ഓഫ് ഡേയിൽ ഇതിങ്ങനെ വാങ്ങിക്കും. എന്നിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഒരു കബാബിൻ്റെയും നമ്മുടെ കുറച്ച് പിന്നെ നമ്മൾ കുറേ പരീക്ഷണം വീട്ടിലാണല്ലോ നടത്തുക. അപ്പോൾ ഇതെല്ലാം കൂടെ പരീക്ഷിച്ച് ഇവരെയാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എപ്പോഴും അവർ പറയും ഇടയ്ക്ക് വരുമ്പോൾ. അപ്പോൾ ഇവിടെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോഴും ഇതൊക്കെ അവസരം കിട്ടിയാൽ ഇങ്ങനെയുള്ള ഗ്രിൽ ഫുഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ചെയ്തു കൊടുക്കൽ. ഇത് ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തൊന്ന് വരട്ടിയെടുക്കുകയാണ്. ഏകദേശം മാത്രം നടക്കും. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഈസിയാണ്. ഇത് കളർ ചേഞ്ച് ആവോ? ഇല്ലില്ല, ജസ്റ്റ് ഒന്ന് വരട്ടുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ലേശം ഏലക്കപ്പൊടി കൂടി ഈ നെയ്ക്കകത്ത് ഇട്ട് തന്നെ വരട്ടിയെടുക്കുകയാണ്. പിന്നെ അവസാനം പിന്നെയും ചേർക്കും. അപ്പോൾ ആ പാസ്തയ്ക്കുള്ളിൽ ആ ഒരു ഫ്ലേവർ നമുക്ക് കടിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പാസ്ത റോസ്റ്റുമായി അതിൻ്റെ ഒരു ഫ്ലേവർ മാറുന്നൊരു ഇതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാണ്. യെസ്. ഇനി അത് ഒരുമിച്ചിരുന്ന് തിളയ്ക്കും. ഇനി വീണ്ടും ഇതിനകത്ത് അതേ പാനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിനകത്ത് വേറൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മധുരം 2 രീതിയിലാണ്. ഇപ്പോൾ പഞ്ചസാര ഇടും, പക്ഷെ കുറച്ച് നെയ്ക്കകത്ത് കാരമലൈസ് ചെയ്തിടും, പിന്നെ നിറം മാറും. അപ്പോൾ അത് പക്ഷേ ആ പാലട പായസത്തിൻ്റെ ഒരു പിങ്ക് നിറം കിട്ടുന്നത് പാല് കുറുകി വരും. അപ്പം അത് വീടുകളിൽ എപ്പോഴും ചെയ്യാന്ന് പറയുന്നത് 8 മണിക്കൂർ പാലട പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു നിറം കിട്ടാനായിട്ടാണ് ഈ ഷുഗർ കാരമലൈസ് ചെയ്യുക. അപ്പോൾ അതും ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരൊറ്റ പാനിനകത്ത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിലുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ലേശം നെയ്യ്. ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി കുറുകില്ലല്ലോ? ഇല്ലില്ല, കുറുകില്ല. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് അതിൻ്റെ ആ ഒരു ജലാംശം ഇതിനകത്ത് വരും. അപ്പോൾ ഈ പാലിനെ കുറുക്കി ഏകദേശം നമ്മളൊരു ഹാഫ് അതിൻ്റെ ലെവലിലെത്തി. ആ പഞ്ചസാര ഇനി അലിഞ്ഞ് അതിൻ്റെ ഒരു ലയനയും കൂടി ഇതിനകത്ത് യോജിക്കും. അപ്പോൾ ആ ഒരു ചൂടെത്തും. അതിനുശേഷമാണ് നമ്മൾ പഞ്ചസാര അലിയിച്ചൂടിടും. അപ്പോൾ ആണ് ഇതിൻ്റെ വേറെ തരം ഫ്ലേവർ വരിക. അപ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ ഒരു ടെക്നിക്കാണ്. ലേശം പഞ്ചസാര ഇതിനകത്തിട്ടാണ് ഇതിനെ ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ശരിക്കൊരു ഷോർട്ട് കട്ടായിട്ട് വീടുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊഫഷണലി നമ്മൾ വലുതായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതല്ല ചെയ്യേണ്ട. പാല് കുറുകുമ്പോൾ തന്നെ ആ നിറവെത്തും. പക്ഷെ അതിനൊരു 6-7 മണിക്കൂർ വേണം. അതാണ് അതിൻ്റെ 6-7 മണിക്കൂറിന് പകരമുള്ള ഒരു നിറത്തിന് നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല, ഇത് നിറത്തിൻ്റെ ആ ഒരു സ്വാഭാവികമായ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മായിമ്മ നല്ല കുക്കാണ്, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അമ്മ പ്യുവർ വെജിറ്റേറിയൻ ആണ്, എന്നാൽ തന്നെയും നോൺ വെജൊക്കെ നന്നായിട്ട് പാചകം ചെയ്യും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നടൻ ദേവൻ ചേട്ടൻ വീട്ടിൽ വരും. ട്രിവാൻഡ്രത്തോ തൃശ്ശൂരോ? അല്ലല്ല, ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഷുഗർ കറക്റ്റായിട്ട് ആ പഞ്ചസാരയിലാണ് ഇത് അലിഞ്ഞത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു നിറം മാറി വരുന്നൊരു പരുവ് എത്തും. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരല്പം കണ്ടൻസ്ഡ് മിൽക്കായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ട് മെൽറ്റാക്കി. കറക്റ്റ് ഡയറക്റ്റായിട്ട് പാലിലാണ് ഓരോരുത്തർ ഒഴിക്കുക. പക്ഷേ ഈ പാനിനകത്ത് ഇങ്ങനെ അതിനകത്ത് സോട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേക ഒരു സ്വാദാണ്. കാരണം ഇത് നെയ്ക്കകത്താണ് ഇത് വരേണ്ടത്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ഇതെല്ലാം കൂടെ യോജിച്ച് ചേർന്നു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. വളരെ വീട്ടിൽ സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ പായസത്തിൻ്റെ ഒരു രുചി മാറും. ഇത് ഏകദേശം റെഡിയായി. അപ്പോൾ ഇതിൻ്റെ മധുരം മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. ഓൾറെഡി ഇതിനെ കുറുകിയ ഒരു പരുവത്തിലെത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ മൊത്തം കഴിക്കും സത്യം പറഞ്ഞ. ചെഫ് ഒന്നും പറയാനില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഒരു ബദാം ഒക്കെ ഇട്ട്
ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് വരുന്നു. പാസ്തയുടെ ഒരു ഫ്ലേവറും പിന്നെ ലാസ്റ്റ് ആ മെയിൻബോഡിയുടെ അതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. പാസ്ത വീട്ടിൽ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഇത് പെട്ടെന്ന് പിള്ളേർക്ക് മധുരം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ട ഏത് പാസ്തയെങ്കിലും വാങ്ങിച്ച് ജസ്റ്റ് ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കുക. അതുപോലെ സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ പശുവും പാലും നന്നായിട്ട് തിളപ്പിക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം ഒരു പാനിനകത്ത് ലേശം നെയ്ക്കകത്ത് ഈ പാസ്ത ഒന്ന് വരട്ടി പാലിലേക്ക് ചേർത്ത് തിളയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് മധുരം ചേർക്കുക. പിന്നീട് അതേ പാനിനകത്ത് വീണ്ടും ഒരു അല്പം നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഒരു സൈഡിലിട്ട് അതിനെ താളിക്കുക. അതിന് സൈഡിലേക്ക് ലേശം 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് ഇതിനെല്ലാം കൂടെ ഒന്ന് ലയിപ്പിച്ച് ഈ പായസത്തിലേക്ക് ഇട്ടാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വളരെ രുചികരമായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ട്, കാരണം അവർക്ക് പാസ്ത ഇഷ്ടമാണ്. അത് ഇനി സ്പെഗറ്റി വെച്ചിട്ട് നമുക്ക് വെർമിസിലി പോലെ ചെയ്യാം, അല്ലെങ്കിൽ പെന്നെ ചെയ്യാം, മാക്രോണി ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്തിട്ട് ഒരു പാസ്ത പായസം എന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് കുടിക്കുകയും ചെയ്യും. സിന്ധു, നമ്മുടെ ഷോയ്ക്കകത്ത് ഒരു പ്രത്യേകത, വേറൊരു ഗസ്റ്റ് കൂടെ വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അഞ്ജലിയാണ്. ആലുവയിൽ നിന്നാണ് വരുന്നത്. അത് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടാണ്ട് നമ്മളുടെ ഫ്ലവേഴ്സിന്റെ തന്നെ മ്യൂസിക്കൽ വൈഫിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് കൊണ്ടുവരുന്നത് നോക്കാം. വരൂ അഞ്ജലി, സ്വാഗതം. ഹായ്, ഞാൻ അഞ്ജലി PM. ഞാൻ മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ 1 കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്നത് മ്യൂസിക്കൽ വൈഫ് ആയിട്ടല്ല, നമ്മുടെ ഷെഫ് പിള്ള സാറിനെ മീറ്റ് ചെയ്യാനാണ്. മ്യൂസിക് പോലെ തന്നെ എനിക്ക് കുക്കിങ്ങും ചെറുപ്പം മുതലേ എൻ്റെ പാഷനാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഡിഷസ് ഞാൻ സാറിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. മധുരമായിട്ടാണ് നിങ്ങളെ അറിയാം. അത് വയനയില നിങ്ങൾ എന്തിലാണ് പറയാ? ഞങ്ങള് ട്രിവാൻഡ്രത്ത് ഇത് തെരളി ഇല എന്ന് പറയും. നമ്മള് ഇടനയിലയിൽ ഉണ്ടാക്കുന്ന ശരിക്കും കോട്ടയം, കോട്ടയാണ്. എന്റെ വീട് കോട്ടയം പാലയാണ്. അപ്പൊ ശരിക്കും പറയാൻ നമ്മളിത് പറയുന്ന പൂച്ചയപ്പം എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇത് ചക്കയാണ്. സാധാരണ കോട്ടയംകാരുടെ ഫ്രിഡ്ജില് ഉള്ള ഒരു സാധനമാണ് ചക്ക വരട്ടിയത്. അപ്പൊ നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അപ്പൊ ആ ചക്ക വരട്ടിയതുണ്ട്, പിന്നെ കുറച്ച് മൈദ, അരിപ്പൊടി, റവ, ശർക്കര എല്ലാം കൂടെ മിക്സ് ചെയ്ത്. അതുകൂടാണ്ട് ഈ കേക്കിന്റെ ബ്രാൻഡ് എന്താണ് ഇതിനകത്ത്? അത് ഞാൻ ഒരു ഹോം ബേക്കർ കൂടിയാണ്. അപ്പൊ ഇതിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റ് കുക്കീസ് ആണ്. അപ്പൊ അത് ബ്രാൻഡായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ കുറച്ച് നാളത്തേക്ക് അതൊന്ന് സ്റ്റോപ്പ് ആക്കി വെച്ചതാണ്. അപ്പൊ കേക്ക്സും കുക്കീസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ സർ. അതുപോലെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ആ ഒരു പ്രോഗ്രാം അത് എങ്ങനെ പോകുന്നു? എന്തായിരുന്നു? ഞാൻ ചാപ്റ്റർ ഫസ്റ്റ് സീസൺ ആണ്. ചാപ്റ്റർ 1 ആയിരുന്നു. അത് സെമി ഫൈനൽ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്ലവേഴ്സ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ എല്ലാവരും തിരിച്ചറിയുന്നു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പാട്ടിനകത്ത് ശരിക്കും ഒരു കഴിവുണ്ട്, അതിനകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു സ്കില്ലും കൂടെ അതിനോടൊപ്പം കൊണ്ടുപോകണം. ഇതൊരു ബിസിനസ്, ഇതൊരു പാഷനായിട്ട് നിങ്ങൾ എന്തായാലും നന്നായിട്ട് ഇത്രയും വളരെ അത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ശരിക്കും വെറുതെ ടൈം പാസിന് വേണ്ടി ചെയ്ത ഒരാളല്ല. ഓൾറെഡി ഒരു ഹോം ബേക്കറായിട്ട് എഫർട്ട് എടുത്തു കഴിഞ്ഞു, ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും തന്നെ റീക്രിയേറ്റ് ചെയ്ത് പുതിയ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ട് സംഗീതവും പാചകവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഓക്കെ, സംഗീതത്തിന് ഒരു ചാനലായി അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. അഞ്ജലി PM എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാമിൽ ഫുഡാണ് മെയിൻ. അപ്പൊ പാട്ട് പാടിക്കൊണ്ട് നിങ്ങളൊരു ഫുഡിന്റെ ഒക്കെ റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ചിലപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും കൂടെ കൊണ്ട് നടക്കുക. ഓക്കെ, അതുപോലെ താങ്ക് യു സിന്ധു, ഇതിൽ വരാൻ പറ്റി, കഥകൾ അറിയാൻ പറ്റി. മനുച്ചേട്ടനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിങ്ങളുടെ ഫാമിലി മുഴുവൻ സിനിമയുടെ കാര്യങ്ങളാണ്. ഇഷ്ടപ്പെട്ട വേഷങ്ങളൊക്കെ ഇനി വരുന്ന ഒരുപാട് സിനിമയിൽ അല്ലാതെ സീരിയലിലായാലും ഇഷ്ടപ്പെട്ട കുറേ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഗസ്റ്റും അതുപോലുള്ള ഭക്ഷണത്തിൻ്റെ കഥകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.